നിമിഷമുള്ള എനിക്ക് ആയത്തങ്ങോട്ട് ഓടിക്കേൽപ്പിച്ചു. ഇവര് പറയുന്ന പോലെയാണ് എത്ര എളുപ്പമുള്ളത്. കുറുക്കുവഴി കിടന്നിട്ട് കാര്യം പടച്ച് അള്ളാഹ് റസൂലിനൊന്നും കാര്യം ശരിക്കും മനസ്സിലായില്ല. എന്താ എത്ര എളുപ്പമുണ്ട്. കാലവേള ഇതറിഞ്ഞ് കാലവേള സഹാബത്ത് സാഹിത്യത്തിൽ, അറബി സാഹിത്യത്തിൽ, അറബി ഭാഷാ സാഹിത്യത്തിൽ മനുഷ്യർക്കെത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പദവിയിലാണ് അന്ന് ജനങ്ങളെത്തിയിരുന്നതെന്ന് ചരിത്രകാരന്മാർ ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ അവരുടെ കൃതികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുക. സബുൽ മുഅല്ലഖ എന്ന പ്രസിദ്ധങ്ങളായ 7 കൃതികളെ കവി സാർവഭൗമനായിരുന്ന ഇന്ത്യയിൽ കഴിച്ചു തുടങ്ങിയ 7 മഹാകവികൾ കൂടി രചിച്ച് കഅബ ദേവാലയത്തിന്റെ ചുവരിൽ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ട് ഇതുപോലത്തെ കൃതി ആർക്കെങ്കിലും ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ കാണട്ടെ എന്ന് വീരവാദം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ അറബികളുടെ സാഹിത്യത്തിന്റെ ലഹരി എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഇങ്ങനെ സാഹിത്യ ലോകത്ത് രാജസ്ഥാനത്ത് പെണ്ണുങ്ങൾ പോലും അടുക്കളകടാത്ത് കഞ്ഞി വയ്ക്കുന്ന പെണ്ണുങ്ങൾ അടുക്കളകടാത്ത് പോലും സാഹിത്യത്തിലും കവിതാ രൂപേണ വർത്താനം പറയത്തുള്ളൂ വെച്ചാൽ എന്ത് പറഞ്ഞാലും കവിതയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമുണ്ടോ? പെണ്ണുങ്ങൾക്ക് പോലും കവിതാവാസനയുള്ള കാലം. എന്ത് രസമുള്ള കവിതകൾ. വെറും മലയാളത്തിൽ പെണ്ണുങ്ങൾക്ക് പോലും സാഹിത്യമുണ്ട്. അറബി ഭാഷയിൽ ഒരു അറബിക്കിന് ഒരു പെണ്ണിനെ പ്രേമിച്ചു, അവളെ കൈവിട്ടു പോയി, അവളെ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴവരിങ്ങനെ പാടിക്കൊണ്ട് പോകുന്ന മുഞ്ചാബിയുടെ കുളിപ്പനെ നയിച്ചു വന്ന പെണ്ണിനെ ഇവൻ തട്ടിക്കൊണ്ടുപോയി. മുഞ്ചാബിയുടെ കുളിപ്പിനെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുക അറബികൾ പെണ്ണുങ്ങൾക്കൊക്കെ വന്ന് കുളിച്ചു ഒപ്പപ്പായിട്ട്. അത് മുഞ്ചാബി എന്ന് പറഞ്ഞ ആളുടെ കുളിപ്പനയിലേക്ക് വന്നൊരു പെണ്ണിനെ ഒരുത്തം വരിവിച്ചിട്ട് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവർ ചുരുങ്ങി പറയാം അവിടുന്ന് അവള് ചാടി രക്ഷപ്പെട്ടു. ഇവൻ വന്നപ്പം അവള് പോയി. അവളെ അന്വേഷിച്ച് ഇവൻ കളഞ്ഞ അറബികൾക്ക് അങ്ങനെ ദോഷമുണ്ടല്ലോ. അവര് പ്രേമിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, താല്പര്യമാവും. അതാണ് അവരുടെ സ്വഭാവം. അപ്പൊ അന്ന് മുതൽ ഇവൻ അറിഞ്ഞിട്ടും ചോദിച്ചു എന്നെ അഭ്യാസമില്ല, എന്തോ എവിടുത്തെന്ന് അന്വേഷിക്കാണ്. പക്ഷെ മുഞ്ചാബിയുടെ കുളിപ്പടി ചോദിച്ചു വന്ന അതിനെ തെളിയിക്കില്ല. ഹമ്മാമി മുഞ്ചാബിയുടെ കുളിപ്പടിയിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ അഡ്രസ്. അത് വെച്ചുകൊണ്ട് അന്വേഷിക്കുക. ഒരു ദിവസം ചോദിച്ച പെണ്ണെ മുഞ്ചാബിയുടെ കുളിപ്പടി എവിടെയെന്ന് ചോദിച്ചു വന്ന പെണ്ണെ എൺപത് നടക്കുക. കുറേക്കാലം നടന്ന് ഞങ്ങൾ സൗന്ദര്യം ആരോഗ്യമെല്ലാം നശിച്ച് പ്രാന്തരായി. ഒരു ദിവസം മലയിലൊക്കെ കഴിഞ്ഞ് വിളി ഇങ്ങനെ നടന്നു വരും. അപ്പോൾ അവൻ ഈ പാട്ട് പാടി. ഈ മലയുടെ മുകളിലായിരുന്നു മേപ്പടി കാത്ത താമസിച്ചിരുന്നു. അങ്ങനെ വെച്ചിട്ട പെണ്ണുണ്ടല്ലോ, അവളെ താമസിച്ചിരുന്നു. ഈ ബേസ് കേട്ട് ഈ പാട്ട് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ മേപ്പടിയാളുള്ളത് എന്നെ ഇവനെന്ന് കണ്ടേക്കാവെന്ന് വിചാരിച്ചു വീട്ടിന് പുറത്തിറങ്ങി മലക്കരയിലോട്ട് പോകുമ്പോ പ്രാകൃതനായി ഇങ്ങനെ പോകുന്നു. ഇവൾ നിൽക്കുന്നത് അവൻ കാണുന്നില്ലല്ലോ. അവൻ വീണ്ടും പാടി അവൻ പാടി നോക്കി ഉടനെ ആ വനവേടത്തി ആ വലയുടെ വില എന്നുള്ളത് പറയുക. ഒരാൾ ചെറിയ 2 വരിയാണെന്ന് തോന്നുന്നു. അവൻ പറയും അതിനത്തെ